എനിക്കൊപ്പം വി വി അരുണും സി വി അനുമോദും കൂടി ചേരുകയാണ്. ആദ്യം അരുണിലേക്ക് പോയാൽ, അരുൺ, പാലക്കാട്ടേതുപോലെ ഇനിയുള്ള ദിവസങ്ങൾ ഈ പെട്ടിക്ക് പുറകെ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഈ സംഭവത്തിന് പുറകെ ആയിരിക്കുമോ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്ന് തോന്നിപ്പോയി. പക്ഷേ ഓലപ്പടക്കം പോലെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാം അവസാനിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഈ വിഷയം അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, അല്ലെങ്കിൽ അത് ന്യായീകരിക്കാൻ പറ്റാത്തതാണ് എന്ന ഒരു ബോധത്തിലേക്ക് UDF കൂടി എത്തിയതാണോ? പെട്ടെന്ന് തന്നെ ഈ വിഷയം അങ്ങ് കലങ്ങി മറിഞ്ഞ് ഇല്ലാതാകാനുള്ള കാരണം? മാത്രവുമല്ല, BD സതീശന്റെ മൌനത്തെ നമ്മൾ എങ്ങനെ കാണണം? ഇടതുപക്ഷവും വലിയ ആവേശം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാണിക്കുന്നില്ല എന്ന ഒരു വസ്തുത കൂടിയുണ്ടോ? രേണുക, ഈ പെട്ടി അല്ലെങ്കിൽ ഈ പരിശോധന വിവാദത്തിൽ UDF പ്രത്യേകിച്ചും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഏറ്റവും വലിയ പരാതിയെ പറഞ്ഞത് ഡിക്കിയിൽ നിന്ന് പെട്ടിയെടുത്ത് പുറത്തുവെക്കാൻ പറഞ്ഞു. പുറത്തുവെച്ച ശേഷം അത് തുറന്ന് പരിശോധിക്കാതെ തിരികെ അകത്തേക്ക് വെച്ചു. ഡിക്കി പെട്ടിയെടുത്തെങ്കിൽ എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഏതായാലും ആ പെട്ടി തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തിരിച്ചു വെച്ചതുപോലെ തന്നെ കോൺഗ്രസും UDFും ആ പെട്ടി തുറക്കാതെ തന്നെ ആ വിവാദം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കാരണം അത് ഗുണം ചെയ്യില്ല, തിരിച്ചറിവുണ്ടായി. അതിന് കാരണം നേരത്തെ രേണുക റിപ്പോർട്ട് ചെയ്ത പോലെ ഈ പെട്ടി അല്ലെങ്കിൽ ഈ പരിശോധന വിവാദത്തിന്റെ രണ്ടാം ഭാഗമാണ് ഈ കോൺഗ്രസിനെ തിരിച്ചു കൊത്തുന്നത്, കോൺഗ്രസിനെ തിരിച്ചടിക്കുന്നത്. അത് രാഹുൽ മാങ്കൂട്ടം MLA, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഇടപെടലും അദ്ദേഹത്തിൻ്റെ ഒരു വേണമെങ്കിൽ ഷോ എന്ന് തന്നെ പറയാവുന്ന ഒരു ഇടപെടലാണ് ആ രീതിയിൽ കോൺഗ്രസിനെ തിരിഞ്ഞു കൊത്തിയത്. ഒരു ഉദ്യോഗസ്ഥനെ നിന്റെ സർവീസ് ഞാൻ കാണിച്ചു തരാം, നിനക്ക് ഞാൻ അതിൻ്റെ സർവീസിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായ ഒരു ഭീഷണിപ്പെടുത്തൽ തന്നെയാണ്. വളരെ മോശമായി രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഇടപെടുമ്പോൾ അത് പെട്ടെന്നുണ്ടായ ഒരു ദേശത്തിൻ്റെ ഭാഗമായി ഉണ്ടായതൊക്കെ പിന്നീട് ന്യായീകരിക്കാൻ ചില നേതാക്കൾ വന്നു. കുട്ടികളെയല്ലേ എന്ന് പറഞ്ഞ് എപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ ചേർത്ത് പിടിക്കുന്ന VD സതീശൻ എന്നതിൽ മിണ്ടിയിട്ടില്ലെങ്കിൽ പോലും ആ കുട്ടികൾ എന്ന പ്രയോഗം പ്രയോഗിച്ചത് CPM നേതാവ് A വിജയരാഘവനാണ്. പരിഹസിച്ചുകൊണ്ട് കുട്ടികളല്ലേ, അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിവാദത്തിൽ അധികം പിടിക്കാൻ തങ്ങളില്ലെന്ന് CPM വ്യക്തമാക്കുന്നു. ഏതായാലും പാലക്കാട്ട് നീലപ്പെട്ടി പോലെയോ അല്ലെങ്കിൽ ആ വിവാദം പോലെയോ ഒന്നും ഇത് ആളിക്കത്താനിടയില്ല. ഇത് എല്ലാവർക്കുമുള്ള ഒരു പരിശോധനയാണ്. അതിൽ ഒരു CPM നേതാവ് PK ബിജു 4 തവണ അദ്ദേഹത്തെ പരിശോധിച്ചു എന്നാണ്. KN ബാലഗോപാൽ തനിക്ക് അത്ര അനുഭവം ഉണ്ടായെന്ന് പറയുന്നു. K രാധാകൃഷ്ണൻ മുതിർന്ന കേരളത്തിലെ നേതാക്കളിൽ ഒരാളാണ്, MP ആണ്, മുൻ മന്ത്രിയാണ്, അദ്ദേഹത്തെ പരിശോധിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ പല നേതാക്കൾക്കും മന്ത്രി V അബ്ദുറഹ്മാന്റെ വാഹനം തടഞ്ഞു നിർത്തി ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു പിടി നേതാക്കൾക്ക് ഇത്തരത്തിലുള്ള അനുഭവമുണ്ട്. മാധ്യമപ്രവർത്തകരെ പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിവാദമായി മുന്നോട്ട് പോകുന്ന ഗുണം ചെയ്യില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നു. ഈ വിവാദം തന്നെ കാര്യം തന്നെ പുറത്തു വരാൻ അവർ ആഗ്രഹിച്ചിരുന്നു എന്ന കാര്യവും വ്യക്തമല്ല. കാരണം കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വീഡിയോ പുറത്തു വന്നത് അവരുടെ ഭാഗത്ത് നിന്നല്ല. സാധാരണ ഇത്ര പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരത് പുറത്തു വിടണം, പക്ഷെ അവരല്ല ഇത് പുറത്ത് വിട്ടത്. മറ്റേതോ മാർഗത്തിലൂടെ പുറത്തു വന്ന വീഡിയോ ആണെന്ന് കോൺഗ്രസും അവകാശപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അതുമായി മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല. CPM അതിൽ കാര്യമായി പിടിക്കുന്നില്ല. കാരണം അത് ഇനിയുള്ള ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും ഏറ്റവും നിർണായകമാണ്. തെരഞ്ഞെടുപ്പ് കളത്തിൽ പുതിയ വിഷയങ്ങൾ വരുന്നതിന് പകരം ഉള്ള വിഷയങ്ങൾ ഇപ്പോൾ CPM പറയാൻ ആഗ്രഹിക്കുന്ന ജമാഅത്തെ വിഷയമൊക്കെയാണ്. സർക്കാരിൻ്റെ നേട്ടമാണ്, വികസനമാണ്, ഭരണമാണ്. ആ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു വിഷയം കൊണ്ടുവന്നാൽ അത് കാര്യമായ ഗുണം ചെയ്യില്ല. ഒരുപക്ഷെ ഇവിടത്തെ പെട്ടി തുറക്കാൻ കഴിയില്ലെങ്കിലും ഇത് ചർച്ചയായി വന്നാൽ പാലക്കാട്ടെ പൂട്ടിയ ആ നീലപ്പെട്ടി വീണ്ടും തുറക്കേണ്ടി വരും എന്നൊരു ആശങ്ക കൂടി CPMനും ഇടതുമുന്നണിക്കും കാണാം. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ അവർ അതിൽ പിടിക്കാൻ തയ്യാറാകാത്തത്. കോൺഗ്രസിനും ഇവിടെ ഈ പരിശോധന രണ്ടാം ഭാഗത്തുണ്ടായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇടപെടലൊക്കെ തിരിച്ചടിക്കുമെന്ന ആശങ്കയാണ്. അതുകൊണ്ട് തന്നെ ഈ പെട്ടി അധികം നേരെ തുറന്നിരുന്നില്ല ഈ നിലമ്പൂരിൽ. അത് വളരെ വേഗത്തിൽ ആ പെട്ടി അടച്ചിരിക്കുന്നു. വിവാദവും അതുപോലെ അടഞ്ഞു പോകാൻ തന്നെയാണ് സാധ്യത. അറിയുക തീർച്ചയായും വളരെ വേഗത്തിൽ. അത് ഒരുപക്ഷെ ഈ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ നീലപ്പെട്ടി വിവാദത്തിലേക്ക് ഈ ചർച്ചകൾ വലിച്ചിഴക്കേണ്ട, അങ്ങനെ ഒരു ബന്ധപ്പെടുത്തൽ ഈ വിഷയത്തിൽ വേണ്ട എന്ന ഒരു തീരുമാനത്തിന്റെ കൂടി ഭാഗമാകും.